പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളം രണ്ട് അതുല്യരായിട്ടുള്ള നടന്മാരെ ഇന്ത്യൻ സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ മോഹൻലാലും മറ്റൊരാൾ മമ്മൂട്ടിയും. നമ്മൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ സിനിമ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു 3-4 പതിറ്റാണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 80കളുടെ തുടക്കം മുതൽ ഇവർ രണ്ടുപേരും രംഗത്തുണ്ട്. എത്രയോ നൂറുകണക്കിന് സിനിമകളിൽ ഈ മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിച്ചു. ഇപ്പോഴും അവർ നമ്മളെ ഒരു ഉന്മാദത്തിൻ്റെ മേഖലയിലേക്കാണ് ഇവരുടെ അഭിനയ മികവിലൂടെ നമ്മളെ ഈ രണ്ട് അതുല്യ നടന്മാരും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ സിനിമയിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുമായി നമ്മൾ താതാത്മ്യം പ്രാപിക്കുകയും അവർ സിനിമയിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളായി നമ്മൾ അവരെ മനസ്സിൽ കൊണ്ടുകിടക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. നമ്മുടെ മനസ്സിൽ ആസ്വാദകരായിട്ടുള്ള നമ്മുടെ മനസ്സിൽ ഈ രണ്ട് അതുല്യ നടന്മാർക്കുമുള്ള സ്ഥാനം ഒരു നടന്മാർക്കും ലഭിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ രംഗത്ത് വന്നതിന് ശേഷം, അതിന് മുമ്പ് വേറെ നടന്മാരുണ്ടായിരുന്നു, പക്ഷേ ഇവർ രംഗത്ത് വന്നതിന് ശേഷം മലയാള സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ ആരാധിച്ചു കൊണ്ടു നടക്കുന്ന രണ്ട് നടന്മാർ മോഹൻലാലും മമ്മൂട്ടിയും. എത്രയോ സിനിമകൾ മോഹൻലാൽ അവിസ്മരണീയമാക്കിയ എത്രയോ സിനിമകൾ വന്നു കഴിഞ്ഞു. ഇനി മോഹൻലാൽ അഭിനയ തികവിലൂടെ അതുല്യമാക്കുന്ന എത്രയോ സിനിമകൾ ഇനി വരാനിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയുടെ. പക്ഷേ നിർഭാഗ്യവശാൽ മോഹൻലാലിനെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്ഥാനത്ത് നിന്ന് മോഹൻലാലിനെ മാറ്റേണ്ട ഒരു സാഹചര്യം വന്നോ എന്നുള്ളൊരു സംശയം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കേരളം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, കേരളം ഏറ്റവും കൂടുതൽ അധികാരസ്ഥാനത്ത് നിന്ന് മാറണം എന്നാഗ്രഹിക്കുന്ന, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ജനവിരുദ്ധനായ, കേരളം മറക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുമായി ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ അതുല്യ നടൻ ഒരഭിമുഖ സംഭാഷണം നടത്തിയത് അറിഞ്ഞതിനെ തുടർന്നിട്ടാണ്. നമുക്കറിയാം, 10 വർഷം അധികാരത്തിലിരുന്ന ആ മനുഷ്യൻ്റെ പേരാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ അധികാരത്തിലിരുന്ന 10 വർഷം എങ്ങനെയെങ്കിലും മറക്കണം എന്നാണ് നമ്മൾ മലയാളികൾ, അത് ഏത് പാർട്ടിയിലുള്ളവരായാലും, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മാരണമാണ് ഈ മനുഷ്യനും ഈ മനുഷ്യൻ്റെ 10 വർഷക്കാലത്തെ ഭരണവും എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്, CPM-കാർ ഉൾപ്പെടെ അതാണ്. പക്ഷേ ഈ മാരണം ഒരു 5 വർഷവും കൂടി നമ്മളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ആ ഏകാധിപത്യ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏകാധിപതിയായിട്ടുള്ള പിണറായി വിജയൻ. ഇത്തവണ ഒരു 5 വർഷവും കൂടി നമ്മുടെ മേൽ ഈ പിണറായി വിജയൻ്റെ കരാളഹസ്തങ്ങളുടെ പിടിയിൽ നമ്മളെ ആക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾക്ക് ഈ പിണറായി വിജയൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാം നികുതിപ്പണമാണ്. കോടികൾ അയാൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ഈ പ്രചരണ ക്യാമ്പയിന് വേണ്ടിയിട്ട്, PR ക്യാമ്പയിന് വേണ്ടിയിട്ട്. നമുക്ക് പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത് ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ പുറകെ സഞ്ചരിക്കാനേ പറ്റുന്നില്ലെന്നാണ്. കാരണം ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ പുറകിലും സൈഡിലും എവിടെ നോക്കിയാലും ഇയാളുടെ ചിരിക്കുന്ന ചിത്രമാണ്. ചിരിക്കുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു AI ജനറേറ്റഡ് ചിത്രം. ഹോർഡിങ്സിൽ ഇയാൾ, പോസ്റ്ററുകളിൽ ഇയാൾ, TV യിൽ ഇയാൾ, റേഡിയോയിൽ ഇയാൾ, എവിടെ നോക്കിയാലും ഇയാൾ മാത്രം. നമ്മൾ എങ്ങനെയെങ്കിലും ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ നമ്മളെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ നെഗറ്റീവാകേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ ഇയാളുടെ PR ക്യാമ്പയിൻ നടത്തുന്നവർക്കത് മനസ്സിലായിട്ടില്ല. അതൊക്കെ നമ്മൾക്ക് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏകാധിപതിയായിട്ടുള്ള ഭരണാധികാരിയോടുള്ള വെറുപ്പും അറപ്പും പരിഹാസവും പുച്ഛവും ഒക്കെ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഞാനതിലേക്ക് ഇപ്പോൾ കൂടുതൽ കിടക്കുന്നു. ആ ഭരണാധികാരി വീണ്ടും 5 വർഷം അധികാരത്തിൽ വരാൻ നടത്തുന്ന നീചവും മ്ലേച്ഛവുമായിട്ടുള്ള ശ്രമങ്ങൾക്ക് കേരളത്തിൻ്റെ അതുല്യ നടനായിട്ടുള്ള മോഹൻലാൽ അതിനെ ചൂട്ടുപിടിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ് എന്ന് പറയാതെ വയ്യ. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ, വ്യക്തിയെ എന്ന് ഞാൻ പറയുന്നില്ല, വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ
മനസ്സിൽ കൊണ്ടു നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് കേരളത്തിൽ. ആ ലക്ഷക്കണക്കിന് ആളുകളുടെ മുഖത്തേറ്റൊരു അടിയാണ് ഈ പിണറായി വിജയനെ മഹത്വവൽക്കരിക്കാൻ ഈ മോഹൻലാൽ നടത്തിയിട്ടുള്ള ശ്രമം. അതിൻ്റെ ഒരു ടീസർ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. PRD ആണത് പുറത്തിറക്കിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അത് ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ പണം വാങ്ങിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മറക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാക്കണം എന്നാഗ്രഹിക്കുന്ന, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പിണറായി വിജയനിൽ നിന്ന് ലിബറേറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുമ്പോൾ അയാളെ അടുത്ത 5 വർഷവും കൂടി നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അയാൾ നടക്കുന്ന ശ്രമങ്ങളിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ വന്നിങ്ങനെ ഈ ഈ ഈ എട്ടുകാലി വലയിൽ ഈച്ച വന്ന് വീഴുന്നത് പോലെ വീഴുന്നത് കാണുമ്പോൾ നമുക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നു. മോഹൻലാലിനെ കുറിച്ചിട്ട് നമുക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ മോഹൻലാൽ ഈ പിണറായി വിജയനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മോഹൻലാലിനെതിരെ പരാതി വന്നപ്പോൾ ഈ ഗവൺമെൻറ് അത് മറച്ചു വച്ചിട്ടുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. മോഹൻലാൽ പിണറായി വിജയനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മോഹൻലാലുമായി ബന്ധപ്പെട്ട് വന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാത്തതിനുള്ള ഉപകാര സ്മരണയാണോ മോഹൻലാൽ ഇപ്പോൾ ഈ പിണറായി വിജയനെ ഈ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടി വരുന്നു. മോഹൻലാൽ വലിയ അവാർഡ് കൊടുക്കുകയും ഒക്കെ ചെയ്തതിനുള്ള ഉപകാര സ്മരണയാണോ മോഹൻലാൽ ഈ ചെയ്യുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു. എന്ത് യുക്തിയാണ് മോഹൻലാൽ ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഈ വിജയനെ ഒരു വിജയിയായി മോഹൻലാൽ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് അയാളുടെ യുക്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ സത്ഭരണം കാഴ്ചവെച്ചു എന്നാണോ മോഹൻലാൽ വിശ്വസിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല. അയാൾ അഴിമതിരഹിത ഭരണം കാഴ്ചവെച്ചു എന്നാണോ മോഹൻലാൽ തെളിയിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല. വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഇയാൾ എന്നാണോ മോഹൻലാൽ പറയാൻ ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല. എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ 1 മാസത്തിന് 2 മാസം മുമ്പ് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു സംവിധാനമല്ല ഇയാൾ. കേരളത്തിൽ കടുത്ത വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മുന്നണിയുടെ അധ്യക്ഷനല്ല ഇയാൾ. അപ്പം ഇങ്ങനെയുള്ള ഒരാളെ, ജനങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരാളെ, ജനങ്ങൾ വെറുക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരാളെ മോഹൻലാൽ ഒരു അഭിമുഖത്തിലൂടെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പരിക്കേൽക്കുന്നത് ആർക്കാണ് എന്ന് മോഹൻലാൽ ചിന്തിക്കണ്ടേ? മോഹൻലാലിനെ മനസ്സിൽ വെച്ച് ആരാധിച്ച് നടക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ മോഹൻലാൽ ഇങ്ങനൊരു വ്യായാമം നടക്കുമ്പോൾ മോഹൻലാലിനെ വെറുപ്പോടുകൂടിയും അറപ്പോടുകൂടിയും കാണില്ലേ? മോഹൻലാൽ അത് ചിന്തിക്കണ്ടേ? അത് മോഹൻലാലിനെ പിന്തുണയ്ക്കുന്നവരുടെ ഇടയിൽ തന്നെ വലിയ തിരിച്ചടി അതുണ്ടാക്കില്ലേ? മോഹൻലാലിനെ പുച്ഛിക്കാൻ ജനങ്ങളെ അത് പ്രേരിപ്പിക്കില്ലേ? അപ്പം അതുകൊണ്ട് വളരെ ദുഃഖത്തോടു കൂടിയാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ, മോഹൻലാൽ കേരളം വെറുക്കുന്ന ഈ ഏകാധിപതിയെ മഹത്വവൽക്കരിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളിലൂടെ പരിക്ക് മോഹൻലാലിനാണ് ഉണ്ടായിരിക്കുന്നത്. മോഹൻലാലിനെ മനസ്സിൽ വെച്ച് ആരാധിച്ച് നടക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ തലയിൽ കൈവയ്ക്കുകയാണ്. ഔട്ട് ഓഫ് ഓൾ പീപ്പിൾ പിണറായിയെ മഹത്വവൽക്കരിക്കാൻ നിങ്ങൾ ശ്രമിച്ചതിൻ്റെ യുക്തി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇനിയിപ്പം ബാക്കിയുള്ള മന്ത്രിമാരിൽ പലരൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാമായി. ഏറ്റവും കൂടുതൽ ആളുകൾ വെറുക്കുന്ന ഒരു മനുഷ്യൻ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇനി കേരള രാഷ്ട്രീയത്തിൽ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ, ക്രൂരനായ ഒരു മനുഷ്യൻ, ഏകാധിപതിയായിട്ടുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അധികാരത്തിൽ നിന്ന് പോകുമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആ മനുഷ്യനെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിടാൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ ആ മനുഷ്യനെ മഹത്വവൽക്കരിക്കാൻ, അയാളെന്തോ വലിയവനാണെന്ന് വരുത്താൻ, അയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ചിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാളെ വലിയവനാക്കാനും മഹത്വവൽക്കരിക്കാനും മോഹൻലാൽ ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തിലൂടെ മോഹൻലാൽ ഒരു ചെറിയ മനുഷ്യനായി മാറുകയാണ് എന്നാലോചിക്കുക. അതുല്യനായിട്ടുള്ള മോഹൻലാൽ ഒരു കുഞ്ഞു മനുഷ്യനായി കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ മാറുകയാണ് എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് മോഹൻലാലിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ലക്ഷോപലക്ഷം ആളുകളുടെ മുന്നിൽ മോഹൻലാലിൻ്റെ പ്രതിച്ഛായ തകരുകയാണ് എന്ന് മോഹൻലാൽ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാണ് മോഹൻലാലിനെ ഒരു അതുല്യ നടൻ എന്നുള്ള നിലയിൽ ആരാധിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ KM ഷാജഹാൻ എന്ന് എനിക്ക് മോഹൻലാലിനോട് ഈ അവസരത്തിൽ പറയാം.